എല്ലാ ന്യൂ ഇയറിനും ഞങ്ങളൊരു ടൂറ് പതിവാണ്. പക്ഷേ ഈ ന്യൂ ഇയർ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല. ടൂറൊന്നും പോയില്ല, പക്ഷേ വീട്ടിൽ നിന്ന് അടിച്ചു പൊളിച്ചു. അങ്ങനെ ഈ വർഷം വെക്കേഷൻ ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ടൂർ പോകാനൊരു സമയം കിട്ടിയത്. അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പിനായിട്ട് വയനാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. നേരെ വയനാട്ടിലെത്തി ഒരു ഹോട്ടൽ കണ്ടെത്തി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓർഡർ ചെയ്തത് പൊറോട്ട, ബീഫ് കറി, അതുപോലെ തന്നെ നെയ്പത്തിരി, കടല, അങ്ങനത്തെ ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് റിസോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ച് ദൂരം റിസോർട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോഴത്തേക്ക് റിസോർട്ട് ഏകദേശം എത്താനായി. നമ്മൾ കൽപ്പറ്റയിലെ നിയാത്മ റിസോർട്ടിലാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ അടിപൊളിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടു. എത്തിയപ്പോഴത്തേക്കും ബാസ്ക്കറ്റ് ബോൾ കണ്ടപ്പോൾ ഓടി അങ്ങ് പോയി ബാസ്ക്കറ്റ് ബോൾ കളിച്ചു. നല്ല ആയോ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും റൂമൊന്നും ശരിയാകാത്തതിനാൽ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഒരു റൂം സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 റൂമിനാണ് ബുക്ക് ചെയ്തത്. 2 സ്വിമ്മിംഗ് പൂളിലുള്ള റൂമും ഒരെണ്ണം വിത്തൗട്ട് സ്വിമ്മിംഗ് പൂളുള്ള റൂമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂം എടുക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്ത റൂം സെലക്ട് ചെയ്തായിരിക്കും നല്ലത്. കാരണം അത് വേസ്റ്റാണ്. കാരണം പുറത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ എൻജോയ് ചെയ്തിട്ടായിരിക്കും റൂമിലേക്ക് വരുന്നത്. അപ്പോൾ റൂമിലേക്ക് പിന്നെയും വരുമ്പോൾ നമുക്കത് ചിലപ്പോൾ മടിയായിരിക്കും. പക്ഷേ കപ്പിൾസൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ന്യൂ മാരീഡ് കപ്പിൾസൊക്കെ ആണെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂള് സ്യൂട്ടബിൾ ആയിരിക്കും. പതിനെട്ട് ഏക്കറോളം നീണ്ടു നിൽക്കുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം 18 ഏക്കറോളൊന്നും ഞങ്ങൾക്ക് ഈ സ്ഥലം ചുറ്റി കാണാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ സെറ്റായ റൂമിലേക്ക് അങ്ങ് പോയി. ഇതാണ് ഒരു റൂം. ഇതാണ് വിത്തൗട്ട് സ്വിമ്മിങ്ങുള്ള റൂം. ഇതിന് ഏകദേശം 5,000 ആണ് റേറ്റ് വരുന്നത്. ഇതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുള്ള റൂമുണ്ട്, അതായത് കുറച്ച് സ്പേസ് കൂടുതലായിരിക്കും. റൂം കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും, കാരണം നല്ല വൃത്തിയുണ്ടായിരുന്നു. ഫ്ലോറൊക്കെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി മിനുസുണ്ടായിരുന്നു. മിനുസ് മാത്രം നല്ല തിളക്കമുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറിയപ്പോഴും ബാത്റൂമും നല്ല തിളക്കമുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ചില റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിഞ്ഞു കാണാൻ, ടൈല് ഒരു ഭംഗി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഇതാണ് മറ്റൊരു റൂം കേട്ടോ. ഇത് സ്വിമ്മിംഗ് പൂളുള്ള റൂമാണ് കേട്ടോ. ഈ ഏരിയയിലാണ് സ്വിമ്മിംഗ് പൂള്. ചെറിയ ഒരാൾക്ക് നീന്താൻ പോലും പറ്റില്ല ഈ റൂമിൽ. പക്ഷേ കുട്ടികൾക്ക്, ചെറിയ കുട്ടികളുണ്ട്, ശ്രദ്ധിക്കണം. അവർ പിന്നെ നമ്മളറിയാതെ വെള്ളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ മുങ്ങിപ്പോവും. അപ്പോൾ ഇതാണ് പുറത്തെ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ
കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. അപ്പോൾ റൂമിലുള്ള സ്വിമ്മിംഗ് പൂളിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. കുറച്ച് നേരം ഇവിടുന്ന് പിള്ളേരൊക്കെ ആയിട്ട് ഇവിടുന്ന് നീന്താനൊക്കെ സൗകര്യമുണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് കുറേ നേരം കളി. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇഡ്ഡലി, പൂരി ഇതൊക്കെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മലയാളികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ പുറത്തുള്ള സംസ്ഥാനക്കാരായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.